ക്രിയാറ്റിൻ എന്നത് നമ്മുടെ ശരീരം ലിവർ, കിഡ്നി, പാൻക്രിയാസ് എന്നിവിടങ്ങളിൽ അമിനോ ആസിഡുകളിൽ നിന്ന് സ്വാഭാവികമായി ഉൽപ്പാദിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ്. റെഡ് മീറ്റിൽ, ഫിഷ് തുടങ്ങിയ ഭക്ഷണത്തിലും ഇത് കാണപ്പെടുന്നു. ഇനി ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ ക്രിയാറ്റിൻ ഏകദേശം 95% ഫോസ്ഫോ ക്രിയാറ്റിൻ എന്ന രൂപത്തിൽ മസിൽസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ATP അഥവാ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് റീസൈക്കിൾ ചെയ്യാൻ സഹായിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. നമ്മൾ വെയ്റ്റ് ലിഫ്റ്റിംഗ്, സ്പ്രിന്റിംഗ് പോലുള്ള ചെറുതും ഇന്റൻസിറ്റി കൂടിയ പ്രവർത്തനത്തിൽ ഫോസ്ഫോ ക്രിയാറ്റിൻ വേഗത്തിൽ ഒരു ഫോസ്ഫേറ്റ് നൽകി ATP റീബിൽഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ എനർജി കൊടുക്കുകയും ചെയ്യും. ക്രിയാറ്റിൻ സപ്ലിമെന്റേഷൻ ഈ എനർജി സ്റ്റോറേജ് വർദ്ധിപ്പിക്കുന്നു. അതുവഴി ഒരു അധിക റെപ്സ് ചെയ്യാനും കൂടുതൽ ഭാരം ഉയർത്താനും അതിവേഗം ഓടാനും നിങ്ങൾക്ക് പറ്റുന്നു. ഇനി ക്രിയാറ്റിനെ കുറിച്ചുള്ള മിത്തുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ക്രിയാറ്റിൻ കിഡ്നിക്ക് ദോഷമാണ് എന്നുള്ളതാണ് ആദ്യത്തെ മിത്ത്. ആരോഗ്യമുള്ള വ്യക്തികളിൽ കിഡ്നിക്ക് യാതൊരു ദോഷവുമില്ല എന്നാണ് 2025 ഒരു സമഗ്ര പഠനം. ക്രിയാറ്റിൻ കഴിക്കുമ്പോൾ രക്തത്തിൽ ക്രിയാറ്റിനൈൻ കൂടുന്നു. ഇത് കിഡ്നി പ്രശ്നങ്ങളുടെ സൂചനയായി ചിലർ കണക്കാക്കുന്നു. നിലവിൽ വൃക്ക രോഗമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശം കൂടാതെ ക്രിയാറ്റിൻ എടുക്കരുത്. ക്രിയാറ്റിൻ മുടി കൊഴിക്കും എന്ന മിത്താണ് അടുത്തത്. 2009 പഠനത്തിൽ നിന്നാണ് അത് വന്നത്. അതിൽ റഗ്ബി കളിക്കാരിൽ DHC എന്ന ഹോർമോൺ കൂടുതലായി കണ്ടു. എന്നാൽ 2025 ISSN റിവ്യൂ വ്യക്തമാക്കുന്നത് ക്രിയാറ്റിൻ മുടി കൊഴിക്കില്ല എന്നതാണ്. മൂന്നാമത്തെ മിത്ത് ആണ് ക്രിയാറ്റിൻ ഒരു സ്റ്റിറോയിഡ് ആണ് എന്നുള്ളത്. എങ്കിൽ ക്രിയാറ്റിൻ അനബോളിക് സ്റ്റിറോയിഡേ അല്ല. സ്റ്റിറോയിഡുകൾ ഹോർമോണുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ക്രിയാറ്റിൻ പ്രവർത്തിക്കുന്ന എനർജി ലെവലിലാണ്. നിങ്ങളുടെ ഹോർമോൺ പ്രൊഫൈലിനെ ക്രിയാറ്റിൻ ബാധിക്കുന്നേയില്ല. നാലാമത്തെ മിത്താണ് ശരീരം പഫി ആകുമെന്നുള്ളത്. ഇതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. ക്രിയാറ്റിൻ മസിൽസിന് വേണ്ടി വെള്ളത്തെ വലിച്ചെടുക്കുന്നു. അത് സ്കിന്നിന്റെ താഴെയല്ല. ക്രിയാറ്റിൻ എടുത്തതിന് ശേഷം 1 തുടങ്ങി 2 കിലോ ഭാരം കൂടാൻ വരെ സാധ്യതയുണ്ട്. ഇത് കൊഴുപ്പ് കൊണ്ടല്ല, വെള്ളം കൊണ്ടാണ്. ഇനി ക്രിയാറ്റിൻ എങ്ങനെ എടുക്കണം എന്ന് നോക്കാം. വർക്കൗട്ടിന് ശേഷം പ്രോട്ടീനോ കാർബുകളോ ചേർത്ത് കഴിക്കുന്നതാണ് ഗുണം. എന്നാൽ കൺസിസ്റ്റൻസി ആയി എല്ലാ ദിവസവും എടുക്കുക എന്നതാണ് പ്രധാനം. 3 മുതൽ 5 ഗ്രാം വരെ ദിവസത്തിൽ എടുക്കാം. ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗവേഷണം നടന്ന സപ്ലിമെന്റുകളിൽ ഒന്നാണ് ക്രിയാറ്റിൻ. ആരോഗ്യമുള്ളവർക്ക് ഇത് സുരക്ഷിതവും ഫലപ്രദവുമാണ്. ക്രിയാറ്റിൻ കഴിക്കാൻ പേടിയുള്ള നിങ്ങളുടെ സുഹൃത്തിന് ഈ വീഡിയോ ഇപ്പൊ തന്നെ സെൻഡ് ചെയ്യൂ. ഫിറ്റ്നസ്, ട്രേഡിംഗ്, ട്രാവൽ റിലേറ്റഡ് ഇൻഫോർമേഷൻസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ.